അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബോർഡുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാൾബീഡ് ബോർഡ്, അതുപോലെ തന്നെ വാൾ ഫിക്സഡ് ബോർഡ്, സ്റ്റാൻഡ് ബോർഡ്, റോളിംഗ് ബോർഡ്, സ്ക്രീൻ ബോർഡ്. ഓക്കെ, ഇനി അടുത്തത് യൂസിങ് ദ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ യൂസേജ് എങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്ന ഒരു 5 പോയിന്റ്സ് കേട്ടോ. ഒന്ന് റീഡ് ചെയ്യാം, എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. She should be 900 with the board. Mistake on order 900 on 90 degree. 90 degree ആണ് കേട്ടോ. 90 degree, 900 അല്ല. ഓക്കെ, 90 ആണ് കേട്ടോ. ഒന്ന് തിരുത്തുക. എന്താണ് നിത്യാഹരിദാസേ വായിച്ചിട്ട് മനസ്സിലായത് എന്താ? ഒരു ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ 90 ഡിഗ്രി പൊസിഷനിലാണ് നിൽക്കേണ്ടത്. പിന്നെ ടീച്ചർ ഹിപ്പ് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഫുൾ ബോഡി തിരിഞ്ഞു നിന്നുകൊണ്ട് ബോർഡിനോട്ട് നോക്കിക്കൊണ്ട് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് എഴുതരുത്. ബാക്ക് സൈഡ് കുട്ടികളെ കാണിക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നീറ്റായി ഡ്രസ്സ് ധരിച്ചിരിക്കണം. പിന്നെ while writing in the blackboard the teacher should not show the back to students. അത് പറഞ്ഞ പോലെ തന്നെ ബാക്ക് സൈഡ് കുട്ടികളെ കാണിക്കരുത്. പിന്നെ she should always write column after column. ഓരോ കോളം ആയിട്ട് എഴുതണം. അതായത് ബ്ലാക്ക് ബോർഡിന്റെ ഒരു സൈഡിൽ നിന്ന് എഴുതി തുടങ്ങണം. എല്ലാം എഴുതി കഴിഞ്ഞ അവസാനം മാത്രമേ ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ടീച്ചർ മനസ്സിലായത്. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് തന്നെ? ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ ആരെങ്കിലും? ആരാ പറയാ? എഴുതുന്നത് എല്ലാ സ്റ്റുഡൻസിനും വിസിബിൾ ആണോന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. വിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ചേർന്ന് തന്നെ എഴുതുമോ, കൈ തട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എഴുതിയത് മാഞ്ഞുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ചേർന്ന് നിന്ന് എഴുതുമ്പോൾ മാഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ. പിന്നെ ലൈറ്റ് വേണ്ടേ? നല്ല ലൈറ്റ്. ലൈറ്റ് വേണം. അത് താഴെ വരുന്നുണ്ട്. ലൈറ്റ് താഴെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. മിസ്സേ മൂവ്മെന്റ് 90 ഡിഗ്രി അല്ലേ ഫസ്റ്റ് സെന്റൻസ്? അതെ, 90 ഡിഗ്രി ആണ് കേട്ടോ. 900 എന്നുള്ളത് തെറ്റാണ്, 90 ഡിഗ്രി ആണ്. ഹിപ്പ് മാത്രമേ മൂവ് ആവാൻ പാടുള്ളൂ. ഹിപ്പ് മാത്രമേ മൂവ് ആവാൻ പാടുള്ളൂ. ഹോൾ ബോഡി മൂവ് ആവാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഹോൾ ബോഡി മൂവ് ആയ എന്ത് പറ്റും? എന്തെങ്കിലും കാണാൻ പറ്റുമോ? ബ്ലാക്ക് ബോർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റില്ല. ടീച്ചറുടെ മൂവ്മെന്റ് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? ടീച്ചർ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ടീച്ചറും ബ്ലാക്ക് ബോർഡും തമ്മിലുള്ള ഒരു അകലം എന്ന് പറയുന്നത്, ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ആ ഒരു ഇതിലായിരിക്കണം ടീച്ചർ നിൽക്കേണ്ടത്.
അതുപോലെ തന്നെ ടീച്ചറുടെ ഹിപ്പ് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഹോൾ ബോഡി എന്ത് ചെയ്യാൻ പാടില്ല, മൂവ്മെന്റ് ഉണ്ടാവാനായിട്ട് പാടില്ല. കൈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചലിപ്പിക്കാനായിട്ട്, അധികം ചലിപ്പിക്കാനായിട്ട് പറ്റില്ല, മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ല. ഹിപ്പ് മാത്രം, അതിന് മാത്രമാണ് മൂവ് കൊടുക്കേണ്ടതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ ടീച്ചറുടെ ബോഡി കംപ്ലീറ്റ്ലി കവേർഡ് ആയിരിക്കണം. അതായത് മാന്യമായ വസ്ത്രം ധരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നീറ്റ് ആയിട്ടുള്ള മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് രീതിയായിരിക്കണം ടീച്ചർ ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് സെക്കൻഡ് പോയിന്റ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കുട്ടികള് ബ്ലാക്ക് ബോർഡിലാണ് കുട്ടികൾക്ക് എഴുതി കൊടുക്കുന്നത് അല്ലെ. അപ്പൊ കുട്ടികള് ബ്ലാക്ക് ബോർഡിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ബ്ലാക്ക് ബോർഡിലുള്ളത് കുട്ടികൾക്ക് കാണാനായിട്ട് സാധിക്കണം. ഒരിക്കലും കുട്ടികളുടെ, അതായത് ടീച്ചറുടെ ബാക്ക് സൈഡ് അല്ല കുട്ടികൾക്ക് കാണേണ്ടത്, ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത് കുട്ടികൾക്ക് കാണണം. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് നിന്നിട്ട് അരികി ചേർന്ന് ലെഫ്റ്റ് സൈഡോട്, അതായത് നടുക്ക് ബ്ലാക്ക് ബോർഡിൽ നമ്മൾ എഴുതുമ്പോൾ അതിന്റെ മിഡിൽ പോർഷനിൽ ചെന്ന് നിൽക്കാനായിട്ട് പാടില്ല. എപ്പോഴും ബ്ലാക്ക് ബോർഡിൽ നിന്ന് ഒരു ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത് അല്ലെ. നമ്മുടെ ബോഡി എങ്ങനെയാണ് വെക്കേണ്ടത് ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ? എങ്ങനെയാ സഹുദുന, നമ്മുടെ ബോഡി എങ്ങനെയായിരിക്കണം? ബോഡി 90 ഡിഗ്രി ചെരിഞ്ഞായിരിക്കണം. അതുപോലെ തന്നെ ഫുൾ കവേർഡ് ആയിരിക്കണം. കുട്ടികൾക്ക് ബോഡി വിസിബിൾ ആകുന്ന രീതിയിൽ വേണം നമ്മൾ ബോർഡ് യൂസ് ചെയ്യാനായിട്ട്. പിള്ളേർക്ക് അത് കാണണം. ടീച്ചറിന്റെ ബോഡി അല്ല കാണേണ്ട, ബോഡിയിലേക്ക് കുട്ടികൾ അത് ശ്രദ്ധിച്ച് കാണണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടീച്ചർ ഓരോ കാര്യങ്ങളും ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ കോളം ടു കോളം, അതായത് ടീച്ചർ ഇപ്പൊ കോളം ഒക്കെ വരച്ചല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ എഴുതുമല്ലോ. അപ്പൊ എഴുതുന്ന കാര്യങ്ങൾ ടീച്ചർക്ക് അറിയണം, ഇത്ര വരെ എഴുതാം, ബ്ലാക്ക് ബോർഡിൽ ഇത്ര വരെ എഴുതാനായിട്ട് സാധിക്കും. ആ ഒരു ലിമിറ്റേഷനുള്ളിൽ ടീച്ചർ എഴുതിയിരിക്കണം. പിന്നെ അത് ബാക്ക് സൈഡിൽ ഇരിക്കുന്ന കുട്ടികൾക്കും കൂടി കാണാത്തക്ക രീതിയിലായിരിക്കണം ടീച്ചർ ബോർഡ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ലാസ്റ്റ് പോയിന്റ്, ബ്ലാക്ക് ബോർഡ് ഉപയോഗിച്ചതിന് ശേഷം അത് റബ്ബ് ചെയ്യണം. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മാച്ചു കളയണം. എന്നാൽ മാത്രമാണ് അടുത്ത ടീച്ചർക്ക് വന്നിട്ട് വേറെ സബ്ജക്ട് പഠിപ്പിക്കാനും വേറെ കാര്യങ്ങൾ എഴുതാനും പറ്റുള്ളൂ. അപ്പൊ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ത് ചെയ്യണം, എഴുതി കഴിഞ്ഞാൽ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടത് മാച്ചു കളയാനായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ അതാണ് 5 പോയിന്റ് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. Then how to arrange the blackboard? ഒന്ന് റീഡ് ചെയ്യും കേട്ടോ. ഞാൻ ഓരോരുത്തരോട് ചോദിക്കും, പറയണം. അഫ്ന മോളെ വായിച്ചു കഴിഞ്ഞോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അഫ്ന മോൾ. അഫ്ന മോളെ
ആളില്ല ഇവിടെ? ലൈറ്റിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ? ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ്. ലൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ അറേഞ്ച് ചെയ്യേണ്ടത്? സഹദൂന, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? അതായത് ഒരു ക്ലാസ്സില് ലൈറ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ബോർഡിന്റെ ബാക്കിലായിരിക്കരുത്. അതുപോലെ തന്നെ ബോർഡ് ഇരിക്കുന്നതിന്റെ എതിർവശത്തും ആയിരിക്കരുത് ലൈറ്റ് ഉണ്ടാവേണ്ടത്. ബോർഡിന്റെ സൈഡ് ഭാഗത്തായിരിക്കണം ലൈറ്റ് ഉണ്ടാവേണ്ടത്. അതും രണ്ട് സൈഡിലും ലൈറ്റ് പാടില്ല. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ലൈറ്റിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ ട്യൂബ് ലൈറ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ബോർഡ് എന്ന് പറയുന്നത് നിലത്ത് വെക്കരുത്. ബോർഡ് LKG പിള്ളേർക്ക് അത് കാണാൻ, ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന പിള്ളേർക്ക് അത് കാണാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ മനസ്സിലായത്. ആ, ശരിയാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടാവും? അഷ്ന, സഫലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈറ്റിംഗ് എങ്ങനെയായിരിക്കണം? ഡയറക്റ്റ് നമ്മൾ എഴുതുന്ന സ്ഥലത്ത് ലൈറ്റ് അടിക്കാത്ത രീതിയിൽ വേണം. നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന സൈഡിൽ ഡയറക്റ്റ് ലൈറ്റ് അടിക്കാത്ത രീതിയിൽ വേണം ബ്ലാക്ക് ബോർഡ് ചെയ്യാനായിട്ട്. സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്ന രീതിയിലായിരിക്കും കൂടുതൽ വിസിബിൾ ആവാനായിട്ട് എളുപ്പം. ഓക്കെ, നിങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ? ഒന്ന് ഓർത്ത് നോക്കി, ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞു തന്നിട്ട്. അങ്ങനെ ലൈറ്റ് ഒരു 10ല് +1 ലൈറ്റ് വന്നത്. എന്താണ് ആൽഫിയ? ഞങ്ങള് പഠിക്കുമ്പോ ഒന്നും ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഫാന് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. നാച്ചുറൽ ലൈറ്റ് ആയിരുന്നു, സൺലൈറ്റ്. അതെയോ? +1 ലൈറ്റ് ഉണ്ടെങ്കിലും ക്ലൗഡി ആയിട്ടുള്ള സമയത്തൊക്കെ മാത്രമേ ലൈറ്റ് ഇടുള്ളൂ. അല്ലാണ്ട് ജനല് വഴിയുള്ള ലൈറ്റ് തന്നെ. ഞങ്ങൾക്ക് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് മഴക്കാലത്തൊക്കെയാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അതിപ്പം ഈ മഴയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇരുട്ടടഞ്ഞിരിക്കുമ്പോൾ ഒന്നും കാണില്ല. ബ്ലാക്ക് ബോർഡിൽ ഒന്നും എഴുതാനൊന്നും പറ്റില്ല, ഒന്നും നമുക്ക് കാണില്ലായിരുന്നു. ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ചുമരൊന്നും ഉണ്ടായിരുന്നില്ല, ഹാഫ് ആയിട്ടേ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ സൺലൈറ്റ് 4 പുറത്തൊന്നും കിട്ടായിരുന്നു ലൈറ്റ്. ഓക്കെ, ഇപ്പഴെങ്ങനെയാണോ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ടോ ഇപ്പോഴത്തെ രീതിയില് സ്കൂളുകളില്? പ്രൊജക്ടർ, ഫാൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. ലൈറ്റ് ഫാനും ഇല്ലാണ്ട് ഇപ്പൊ മക്കള് സ്കൂളിൽ പോവില്ല. പോവില്ല അല്ലേ? കുറച്ചു നേരം കറണ്ട് പോയാൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ട്രെയിനിങ്ങിന് പോയിരുന്ന സമയത്ത് അവിടെ കുട്ടികൾക്ക് ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ആ കുറച്ചു നേരം ആ കറണ്ട് വരുന്നത് വരെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്തൊക്കെ ടീച്ചറെ ചൂടെടുക്കുന്നു, കറണ്ട് വന്നിട്ട് ഭക്ഷണം തന്നാൽ മതി എന്ന് പറയും. കാരണം ഭക്ഷണം നല്ല ചൂടുണ്ടാവും. അപ്പൊ ഇവർക്ക് ഈ ചൂടെടുത്തിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ചു നേരം അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ക്ലാസ്സിൽ നമ്മൾ അവരെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴാണെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അവർ പറയും ടീച്ചർ കറണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാന്ന് പറയും. അവർക്ക് അതെന്തോ ഒരു ആ ലൈറ്റ് ഇല്ലാണ്ട് ഫാൻ ഇല്ലാതെ അവർക്ക് ആ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ പുറത്ത് നമ്മൾ വെയിലാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും വെയിലത്ത് കളിക്കും, അപ്പൊ ഒരു പ്രശ്നമില്ല. പക്ഷെ ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ അവർക്ക് ലൈറ്റും ഫാനും ഇല്ലാതെ പറ്റില്ല. ജീന എന്താണ് പറയാനുള്ളേ? ഞാനാണ് മാം ഇപ്പൊ പറഞ്ഞതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പത്തെ കാലത്ത് മാം ബോയ്സിന്റെ സൈഡിലുണ്ടാവും ഒരു ഫാൻ, ഗേൾസിന്റെ സൈഡിലുണ്ടാവും. എന്റെ കുട്ടി പഠിക്കുന്ന ക്ലാസ്സിലൊക്കെ അങ്ങനെയാ, ബോയ്സ് ഇരിക്കണോടത്ത് ഒരു ഫാൻ ഉണ്ടാവും, അങ്ങനെ 2 ഫാൻ ആയിരിക്കും ആ ക്ലാസ്സിൽ ഉണ്ടാവുക. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം നടുക്കിട്ട കറങ്ങി എന്ന് പറയാം. അതെ, അങ്ങനത്തെ സ്ഥിതിയായിരുന്നു പണ്ടൊക്കെ അല്ലേ? കറങ്ങി അല്ലെങ്കിൽ വെറുതെ ഒരു ഫാൻ എന്ന് പറയാൻ മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ വെറുതെ ഒരു ലൈറ്റ് എന്ന് പറയാൻ മാത്രം ഉണ്ടാകും. അതിന്റെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവില്ല, വെറുതെ പേര് മാത്രം ഉണ്ടാവുള്ളൂ അതിന്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടിയൊക്കെ പഠിച്ചു വന്നവരാണ് നമ്മളൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾ പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ സ്കൂളുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവർക്ക്. നമ്മളൊരു ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ,
അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് ബോർഡിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരിക്കലും നമ്മൾ ലൈറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ബ്ലാക്ക് ബോർഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ലൈറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. സൈഡിൽ ലൈറ്റിംഗ് ആണ് പ്രിഫറബിൾ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ബാക്ക് സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും ഒരിക്കലും ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യരുത്. സൈഡിലായിട്ട് വേണം നമ്മൾ എപ്പോഴും ലൈറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അത് കൂടുതൽ ഗ്ലെയർ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രകാശം എന്നാണ് ഉദ്ദേശിക്കുന്നത്, തിളക്കം ഷൈൻ ഒക്കെ കൊണ്ടുവരും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, കോലുള്ള ബ്ലാക്ക് ബോർഡോ? കോലുള്ള ബ്ലാക്ക് ബോർഡ് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? യെസ് മാം, നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് അതായിരുന്നു ഒരു അതെല്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഫോർത്ത് ഫിഫ്ത്ത് എത്തിയപ്പോഴാണ് ഈ ചുമരിൽ ഉള്ള ബോർഡ് കാണുന്നത്. അതിനു മുമ്പ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ഞങ്ങൾക്ക് അങ്ങനെ സ്റ്റാൻഡ് പോലത്തെ നമുക്ക് ഈ ഫോട്ടോ സ്റ്റാൻഡ് പോലെയുള്ള അങ്ങനത്തെ ബോർഡായിരുന്നു. അതിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുന്ന രീതിയിലുള്ളതായിരുന്നു. പിന്നെ ഇലക്ട്രിക്കൽ ലൈറ്റ്സിനായിട്ട് നമ്മൾ ഈ ബൾബൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ട്യൂബ് ലൈറ്റ്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും ട്യൂബ് ലൈറ്റുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ബൾബ് ഉപയോഗിക്കില്ല. എന്തുകൊണ്ടാണ് ബൾബ് ഉപയോഗിക്കാത്തത്? നമ്മള് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ബൾബ് നല്ലതല്ലെന്നാ പറയുന്നത്. ട്യൂബ് ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. എന്തുകൊണ്ടായിരിക്കാം? കണ്ണിന് നല്ലതാണോ ബൾബ്? പണ്ട് കാലത്തെ ബൾബ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ട് അത്. എന്താണ് സഹദോന? കേട്ടിട്ടുണ്ട് ബൾബ് അത്ര നല്ലതല്ല, അതിന് നല്ലത് ട്യൂബാണ്, ട്യൂബ് ലൈറ്റിൽ ഇരുന്ന് പഠിച്ചാലാണ് നല്ലത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബൾബിന് മങ്ങിയ വെളിച്ചമല്ലേ, പ്രകാശമല്ലേ ഒരു മങ്ങിയ വെളിച്ചമല്ലേ, അപ്പൊ നമുക്ക് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതെ ട്യൂബ് അതെ. ലൈറ്റ് ആണെങ്കിൽ നല്ല വ്യക്തമായിട്ട് കാണാം. മങ്ങിയ ലൈറ്റ് ആണ് നമ്മുടെ ബൾബിന്റെ സാധാരണ ബൾബിന്റെ. പക്ഷെ ട്യൂബ് ലൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കണ്ണിന് നല്ലതാണ്, കുറച്ചും കൂടി നല്ല ഇതായിട്ട് വായിച്ചെടുക്കാനും സാധിക്കും. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ട്യൂബ് ലൈറ്റിന്റെ വെട്ടത്തിൽ നിന്ന് പഠിക്കാനാണ് കുട്ടികളോട് പറയുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഇവിടെ ബോർഡുകൾ ഒരിക്കലും തറയിൽ വെക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും അത് കാണാനായിട്ട് സാധിക്കില്ല. ഒരു നിശ്ചിത അകലത്തില് ഇത്ര മുകളിലായിട്ട് വേണം ബോർഡ് എപ്പോഴും സെറ്റ് ചെയ്യാൻ. ഒരിക്കലും കൊണ്ടുപോയി താഴത്ത് കൊണ്ടുപോയി ഒരിക്കലും ബോർഡ് വെക്കില്ല. അപ്പൊ കുറെ കുട്ടികൾക്ക് അത് കാണാനും സാധിക്കില്ലെന്ന് പറയുന്നുണ്ട്. എന്താണ് നമ്മളെ ആ ബൾബ് അല്ലേ? അത് തന്നെ, പഴയ ബൾബ്. അത് തന്നെ. ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇത് കത്തില്ല. ഓക്കെ. ഒരു മങ്ങിയ പ്രകാശം ആയിരിക്കും അതിൽ നിന്ന് വരുന്നത് കേട്ടോ. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പോഴത്തെ നമ്മുടെ ലൈറ്റ് പോലെയല്ല, പണ്ടത്തെ ബൾബാണ്. പിന്നെ കറണ്ട് ബില്ല് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലെ? കറണ്ട് ബില്ല് കൂടുതലല്ലേ? അതെ അതെ, പഴയ ബൾബിന് കറണ്ട് ബില്ല് കൂടുതലാണ്. ഓക്കെ. അടുത്തത് സീറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കുക.
കമ്പ് ചെയ്യാട്ടോ വായിച്ചു കഴിയുമ്പോ. പാർവതി KP ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ വായിച്ചതിന് ശേഷം. യെസ് മാം. ആ മോണ്ടിസോറി മെത്തേഡില് സീറ്റ് അറേഞ്ച്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ഫ്ലോറിൽ ഇരിക്കാം. അതില് അവർക്ക് ഇഷ്ടമുള്ള പോസ്റ്ററിൽ ഇഷ്ടമുള്ള പോലെ ഇരിക്കാം. കാർപ്പറ്റ് ആണ് സാധാരണ നഴ്സറി മെത്തേഡിൽ യൂസ് ചെയ്യുക. അത് ചിൽഡ്രൻ തന്നെ നിവർത്തിയിടാൻ വേണം, ഫോൾഡ് ചെയ്യാൻ വേണം, അവര് സ്വയമായിട്ട് ചെയ്യണം. പിന്നെ പ്ലാറ്റ്ഫോം ബെഞ്ചസ് ആണ് ഇരിക്കാനും, പിന്നെ ക്വാർട്ടർ ബെഞ്ചസ് എഴുതാനുമാണ് ആദ്യം യൂസ് ചെയ്യണേ. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിലാവുമ്പോൾ ക്വാർട്ടർ ബെഞ്ച് ഇരിക്കാനും പിന്നെ ഹാഫ് ബെഞ്ച് എഴുതാനും യൂസ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോൾ ഹാഫ് ബെഞ്ച് ഇരിക്കാനും അതേപോലെ ഫുൾ ബെഞ്ച് എഴുതാനും യൂസ് ചെയ്യും. ഹയർ ക്ലാസ്സിലാവുമ്പോൾ ഡെസ്ക് ആണ് സാധാരണ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടേബിൾ യൂസ് ചെയ്യും. പിന്നെ അതിന്റെ അടുത്തതാവുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയേഴ്സ് കൊടുക്കും. പിന്നെ ലോങ് ബെഞ്ച് ആയിരിക്കും എഴുതാനായിട്ട് പ്രൊവൈഡ് ചെയ്യണത്. ഇത് അവരില് കോർപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, തമ്മിലുള്ള ഒരു കോർപ്പറേഷൻ. പിന്നെന്തുട്ടാ, സ്ക്വയർ ബെഞ്ചും റൗണ്ട് ബെഞ്ചും അറേഞ്ച് ചെയ്യണത് U അല്ലെങ്കിൽ G ഷേപ്പിലായിരിക്കും. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ മാം പറയണേ? മനസ്സിലായിട്ടില്ല, ഞാൻ പറയാം. ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ഒരു ക്ലാസ് റൂമിന് 100 ഫീറ്റ് ആണ് ആവശ്യം. അതില് 40 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ ഏരിയ ആണ്. അങ്ങനെയാണോ അറിയില്ല, അതാ മനസ്സിലായത്. ആ ഗ്യാപ്പ് ആവല്ലേ പറയുന്നത്, അറേഞ്ച് ചെയ്യുന്ന ടേബിൾ അറേഞ്ച് ചെയ്യുന്ന സ്പേസ്. സ്പേസ് സ്ക്വയർ ഫീറ്റ് കണക്കാണ് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സീറ്റ് അറേഞ്ച്മെന്റ്സ് മോണ്ടിസോറി മെത്തേഡില് നമുക്ക് എല്ലാവർക്കും അറിയാം. മരിയ മോണ്ടിസോറി കുട്ടികൾക്ക് എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് തറയിലിരുത്തിയാണ്, ഫ്ലോറിലിരുത്തിയാണ്. അത് വെറുതെ അല്ല, ഒരു മാറ്റോ അല്ലെങ്കിൽ ഒരു കാർപ്പറ്റോ വിരിച്ചിട്ടാണ് നമ്മുടെ കുട്ടികളെ ഇരുത്തിക്കൊണ്ടാണ് അവർ പഠിപ്പിക്കാനായിട്ട് നോക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടെ കുട്ടികൾ ഫ്രീ ആയിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ ഇരിക്കുക. കുട്ടികൾ കൺവീനിയന്റ് ആയിട്ട് അവർക്ക് യോജിച്ചൊരു പോസ്റ്ററിലായിരിക്കും കുട്ടികൾ ഇരുന്ന് അവിടെ പഠിക്കുക. അതുപോലെ തന്നെ മാറ്റോ കാർപ്പറ്റ് ഒക്കെയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരിക്കലും വെറുതെ കുട്ടികളെ തറയിൽ ഇരുത്താനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല മരിയ മോണ്ടിസോറി. പകരം എന്തിലെങ്കിലും മീതയിലാണ് എന്ത് ചെയ്യുക, കുട്ടികളെ ഇരുത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ മാറ്റ് കൊടുത്താലും അതുപോലെ തന്നെ കാർപ്പറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് തനിയെ ഫോൾഡ് ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും അവർക്ക് തനിയെ അത് വിരിക്കാനും ഉപയോഗശേഷം മടക്കി വെക്കാനും സാധിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അത് മോണ്ടിസോറി മെത്തേഡിലുള്ള കാര്യമാണ് പറയുന്നത്. പിന്നീട് വേറൊരു കാര്യം പറയുന്നുണ്ട്, കുറച്ചുകൂടി കുട്ടികൾ വലുതായി കഴിഞ്ഞാല് എന്താണ്, പ്ലാറ്റ്ഫോം ബെഞ്ചസ് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, കോർണർ ബെഞ്ചസ് എഴുതാനായിട്ട് ഉപയോഗിക്കുന്നു. അതായത് ഓരോ ചെറിയ ഏജ് തൊട്ട് വലിയ ഏജ് വരെയുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പ്ലാറ്റ്ഫോം ബെഞ്ചസ് അത് ഇരിക്കാനായിട്ട്, ദെൻ കോർണർ ബെഞ്ചസ് എഴുതാനായിട്ട്. പിന്നെ നെക്സ്റ്റ് ക്ലാസ് അടുത്ത പടി, അതായത് അടുത്ത ഘട്ടത്തിലേക്കുള്ള ക്ലാസ്സിലേക്ക് അവർ കടക്കുമ്പോൾ ക്വാർട്ടർ ബെഞ്ച് ഇരിക്കാനും ഹാഫ് ബെഞ്ച് റൈറ്റിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നീട് ഒരു ക്ലാസ് ലെവലും കൂടി ഹയർ ആയിട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് കടന്നു കഴിഞ്ഞാല് സിറ്റിങ്ങിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹാഫ് ബെഞ്ച് സിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു, റൈറ്റിങ്ങിനായിട്ട് ഫുൾ ബെഞ്ച് ഉപയോഗിക്കുന്നു. ഇനി കുറച്ചുകൂടി മുതിർന്ന ക്ലാസ്സിലാണെങ്കിൽ, ഹയർ ക്ലാസ്സിലാണെങ്കിൽ ഫുൾ ബെഞ്ചസും ഡെസ്കുമാണ് എന്ത് ചെയ്യുക, അതുപോലെ ലോങ് ടേബിളുമാണ് കുട്ടികൾക്ക് എഴുതാനും ഇരിക്കാനുമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സ്കൂളുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചെയർ ടേബിൾസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. വലിയ വലിയ സ്കൂളുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോ കുട്ടികൾക്കായിട്ട് ഓരോ ചെയറും ടേബിളൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ആരുടെയെങ്കിലും മക്കൾ അങ്ങനെ പഠിക്കുന്നുണ്ടോ? വലിയ വലിയ സ്കൂളുകളിലാണ് കേട്ടോ അങ്ങനെ ഉണ്ടാവുക. പബ്ലിക് സ്കൂളിലൊക്കെ, വലിയ നാഷണൽ സ്കൂളിലൊക്കെ അങ്ങനെ ഉണ്ടാവുക. കണ്ടിട്ടില്ല? കോളേജിലൊക്കെ ഉണ്ടായിട്ടുണ്ട് മാം. കോളേജിൽ ഉണ്ടായിട്ടുണ്ടോ? കോളേജിൽ പ്രൊവൈഡ്, PG ക്ലാസ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ? PGക്ക്
ഡിഗ്രിക്ക് ഉണ്ടായിട്ടുണ്ട്. ഡിഗ്രിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പോ കുട്ടികൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയറും ടേബിളൊക്കെ കൊടുക്കുന്ന സ്കൂളുകളും ഉണ്ട്. അപ്പോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവരിൽ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യും, കോപ്പറേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ നോർമൽ ടേബിള് കുട്ടികൾക്കായിട്ട് കൊടുക്കുമ്പോൾ, എഴുതാൻ ഉപയോഗിക്കുന്ന ടേബിള്, നോർമൽ ടേബിള് കൊടുക്കുമ്പോൾ അതൊന്നില്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ആയിരിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മൂവീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ടേബിളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കാം, അല്ലെങ്കിൽ റൗണ്ട് ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂം കുട്ടികളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എല്ലാ കുട്ടികളെയും ഇരുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് യു ഷേപ്പ് അല്ലെങ്കിൽ ജി ഷേപ്പിലായിരിക്കും. നമ്മൾ ക്ലാസ് റൂമിൽ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും കുട്ടികൾ എങ്ങനെയാണ് അവിടെ അവരുടെ ടേബിളും ചെയറൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊന്നില്ലെങ്കിൽ യു ഷേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ജി ഷേപ്പ് ആയിരിക്കാം. ക്ലിയർ ആയോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി, മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു മൂവി കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതില് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ യു ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ജി ഷേപ്പ് ആയിരിക്കും. അങ്ങനെയാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ടേബിൾസും ചെയറും കേട്ടോ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ മോന്റെ അംഗൻവാടിയിൽ കണ്ടിട്ടുണ്ട് ടീച്ചർ. അവർക്ക് തനിയെ ചെയറും പിന്നെ ഈ ടേബിൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് യു ഷേപ്പിലാണ്. യു ഷേപ്പിലാണ് അല്ലെ? യു ഷേപ്പില് ടേബിൾ ഇട്ടിട്ട് അങ്ങനെ കൊടുത്തിട്ട് അവർക്ക് കുറച്ച് സമയം രാവിലെ പ്രയർ കഴിഞ്ഞ് കുറച്ച് സമയം അവർക്ക് പുസ്തകം കൊടുക്കും. അതില് ചിത്രങ്ങള് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനായിട്ട് കളർ പെൻസിലും ഒക്കെ കൊടുക്കും, കളർ ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പൊ ആ സമയത്ത് ഈ ടേബിള് ഇതുപോലെ യു ഷേപ്പില് അറേഞ്ച് ചെയ്തിട്ടാണ് അവരെ ചുറ്റോടും അങ്ങനെ ഇരുത്തുകയാണ് ചെയ്യുക. പിന്നെ അടുത്തത് ഷേപ്പിലാ, ഒരു റൗണ്ട് പോലെ വന്നിട്ട് ഇവിടെ അംഗൻവാടിയില് റൗണ്ട് ഷേപ്പില്, എന്നിട്ട് ഉള്ളില് കുറച്ച് ഭാഗം ഇതായിട്ട് ഒന്നുമില്ലാതെ, മേശയൊന്നും ഇല്ലാതെ കിടക്കുന്നത്. എന്നിട്ട് ടീച്ചർ അതിന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് പിള്ളേരെ ഓരോ പരിപാടി ഡാൻസ് ഒക്കെ കളിച്ച് കാണിച്ചു കൊടുത്ത് ചിരിപ്പിക്കുന്നൊക്കെ. അപ്പൊ പിള്ളേർക്ക് വട്ടം നിന്ന് ടീച്ചറിന്റെ കൂടെ കൂടാം. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസം. ഇവിടുത്തെ പല കളറിലുള്ള ടേബിളുകൾ, ഒന്നും ഇടവിട്ട് പല കളറുകളാ. അത് കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യാം, പിരിച്ചെടുക്കുകയും ചെയ്യും. കട്ടകൾ വെച്ച് ചെയ്യൂലേ അതുപോലെയൊക്കെ. അപ്പൊ പല ഷേപ്പിൽ നമുക്ക് അത് ആക്കുകയും ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഈ ഓരോ സ്റ്റുഡന്റിനുമായിട്ട് 3x2 6 സ്ക്വയർ ഫീറ്റ് ആണ് സ്പേസ്. എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? അതായത് ഒരു കുട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ടേബിള്, ചെയർ, ആ കുട്ടി ഇരിക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിന്റെ ആ സ്ക്വയർ ഫീറ്റ് അളവാണ് കേട്ടോ. ആ ഒരു മൊത്തത്തിലുള്ള വിസ്തീർണം എന്ന് പറയും നമ്മള്. അതിന്റെ അളവ് എന്ന് പറയുന്നത് 3x2 ആണ്. 3x2 എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് കേട്ടോ. ലെങ്ത് 3ഉം വിഡ്ത്ത് 2 ആണ്. അപ്പൊ ഏരിയ വരുന്നത് 6 സ്ക്വയർ ഫീറ്റ് ആണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു കുട്ടിക്ക് വേണ്ട സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് 6 സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ. ഇനി മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 100 സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തത്തിലുള്ള ഒരു ക്ലാസ്സിനായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്പേസ് എന്ന് പറയുന്നത്. അതിനകത്ത് ടീച്ചേഴ്സിന്റെ മൂവ്മെന്റ്, ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യില്ലേ ക്ലാസ് റൂമില്, അവർക്ക് നന്നായിട്ട് സ്പേസ് വേണം. അപ്പൊ ടീച്ചേഴ്സിന്റെ സ്പേസ് എന്ന് പറയുന്നത് 40 സ്ക്വയർ ഫീറ്റും അതുപോലെ സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നതും 40 സ്ക്വയർ ഫീറ്റും ആണ്. അപ്പൊ കുട്ടികൾക്കും ടീച്ചറുമായിട്ട് അവരുടെ മൂവ് ചെയ്യാനായിട്ട് അവരുടെ ഒരു സ്പേസ് എന്ന് പറയുന്നത് 2 പേർക്കും കൂടി 40 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പൊ ടോട്ടൽ 80 ആയി. അതുപോലെ തന്നെ റാക്ക് സ്പേസ് ഉണ്ട്, അവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന അല്ലെ. ഒരു ക്ലാസ് റൂമില് ചില സാധനങ്ങളും ചില മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും, അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റാക്ക് ഉണ്ടാകും. ആ റാക്കിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് എന്ന് പറയുന്നത് 20 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പൊ മൊത്തത്തില് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 100 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു ക്ലാസ് മുറിക്ക് 100 ആണ്. അതിനകത്ത് ടീച്ചറിന്റെയും അതുപോലെ തന്നെ കുട്ടിയുടെയും ഇത് വരുന്നത് 40 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ 20 സ്ക്വയർ ഫീറ്റ് വരുന്നത് റാക്കിന്റെയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ആ സ്ക്വയർ ഫീറ്റിന്റെ കണക്കാണ് പറയുന്നത്. സ്പേസ് എത്രയാണ് വരുന്നതെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇതൊന്ന് ടോട്ടൽ ഒന്ന് വായിച്ചേക്കോട്ടോ നിങ്ങള്. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് തുടങ്ങി,
ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് വരെ ഒന്ന് വായിക്കുക, വായിച്ചതിന് ശേഷം കമ്പ് ചെയ്യുക. വായിച്ച് കഴിയുമ്പോൾ തമ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്താണ് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇവിടെ പറയുന്നേ? എന്താ വായിച്ചിട്ട് മനസ്സിലായത് നിങ്ങൾക്ക്? ഒന്ന് പറഞ്ഞേ. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചില കുട്ടികൾ എന്ന് പറയണത് ചിലപ്പോ കാഴ്ച ശക്തി അങ്ങനെ ഉണ്ടാവില്ല, കേൾവി ശക്തി അങ്ങനെ ഉണ്ടാകൂല. അപ്പൊ അവരുടെ സിറ്റിംഗ് എല്ലാവരുടെ അപ്പൊ ക്ലാസ് റൂമിൽ സിറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്കത് മാറ്റാം. ഒന്നാമത്തത് ഹൈറ്റ് ഓർഡർ, പിന്നെ ആൽഫബറ്റിക് ഓർഡർ, പിന്നെ അറ്റൻഡൻസ് ഓർഡർ, പിന്നെ റാങ്കിങ് മെത്തേഡ്. അതിൽ ഹൈറ്റ് ഓർഡർ എന്ന് പറയണത് കുട്ടികളുടെ ഹൈറ്റ് അനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കുട്ടികളുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് റോ ആയിട്ടും കോളായിട്ടും ഒക്കെ നമുക്ക് മാറ്റിയിരുത്താം. അത് 4x2 8 വഴികളിലൂടെയാണ്. അതുപോലെ പിന്നെ പറയുന്നത് ആൽഫബറ്റിക് ഓർഡർ ആണ്.
എന്ന് പറയണത് നമ്മൾ കുട്ടികളുടെ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് കുട്ടികളെ ഓരോ മൂലയെന്നും 2 വഴികളായിട്ട്, അതായത് റോ ആയിട്ടും കോളായിട്ട് തിരിക്കണേനെയാണ്. പിന്നെന്ന് പറയുന്നത് അറ്റൻഡൻസ് ഓർഡർ ആണ്. കുട്ടികളുടെ ആൽഫബറ്റിക് ഓർഡറും അതുപോലെ തന്നെ അറ്റൻഡൻസ് ഓർഡറുമായിട്ട് തിരിക്കണേനെയാണ് ഇത് പറയുന്നത്. പിന്നെ പറയണത് റാങ്കിങ് മെത്തേഡ് ആണ്. റാങ്കിങ് മെത്തേഡ് എന്ന് പറയണത് ഇതെന്ന് പറയുന്നത് പ്രാബല്യമല്ല, ഇത് സക്സസ്ഫുൾ അല്ല. പല സം സ്കൂൾസ് ഗ്രേഡ് പല സ്കൂളിലും ഗ്രേഡ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ എന്ന് പറയുന്നത് യൂണിഫോമിന്റെ ഇതാണ്. യൂണിഫോം ഞാൻ ചോദിക്കാം. പിന്നെ ജിനു എന്താ പറയാനുള്ളേ? പറഞ്ഞേ. കുട്ടികളുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഇരുത്തുന്ന സ്ഥലത്ത് തന്നെ അവർ ഇരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. കാരണം പ്രത്യേകിച്ചും ഈ LKG UKGയിലെ ഞാൻ ട്രെയിനിങ്ങിന് പോയ സമയത്തുള്ള എൻ്റെ ഒരു അനുഭവമാണ്. നമ്മൾ രാവിലെ പോയ സമയത്ത് നമ്മൾ അവരുടെ സീറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിട്ട് വെക്കും, എല്ലാം കറക്റ്റ് ആക്കി വെക്കും. പക്ഷെ അവർ യൂസ് ചെയ്യുന്ന ബെഞ്ചും ഡെസ്ക് എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വെയിറ്റ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് എങ്ങോട്ടേക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവരൊരു പ്രെയർ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു 2 സെക്കൻഡൊക്കെ ആ സീറ്റിൽ ഇരിക്കുള്ളൂ. അത് കഴിയുമ്പോൾ അവരിങ്ങനെ ഈ ഫുൾ ക്ലാസ് റൂമിൽ ഇങ്ങനെ നടത്തുമായിരിക്കും. കുറച്ച് പേര് പായൊക്കെ ഇട്ടിട്ട് താഴത്തിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവരുടെ. പിന്നെ ഇങ്ങനെ ഈ ചുറ്റും ഈ ഡെസ്കും ബെഞ്ചിനൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ ഇവർ സ്ഥലം ഉണ്ടാക്കിയിട്ട് ഓടിക്കളിക്കലും നടക്കലൊക്കെയാണ്. അവർ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇരിക്കലൊന്നുമില്ല. പിന്നെ ഹൈറ്റ് ഉള്ള കുട്ടികളുണ്ടാകും, ഹൈറ്റ് തീരെ കുറഞ്ഞ കുട്ടികളുണ്ടാകും. അപ്പൊ നമ്മൾ രാവിലെ വരുന്ന സമയത്ത് അവരെ ആ ഒരു രീതിയിലായിരിക്കും ഇരുത്തുക. കാരണം ബോർഡിൽ എഴുതുന്ന സമയത്ത് അത് അവർക്ക് കാണണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആ ഹൈറ്റിന്റെ രീതിയിലായിരിക്കും നമ്മൾ അവരെ അറേഞ്ച് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇരുത്തുക. പക്ഷെ അവർ ആ 2 സെക്കൻഡിൽ കൂടുതലൊന്നും അവരതിൽ ഇരിക്കില്ല. പിന്നെയും വീണ്ടും എന്താ വെച്ചാൽ അവരൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പാണേ. അപ്പൊ ആ ഗ്രൂപ്പ് എങ്ങനെയാണോ, ഒരു ഫ്രണ്ട് അവർ എണീറ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ അവരുടെ കൂടെ പോകും. അവരെവിടെയാണോ ഇരിക്കുക അവിടെ ഇവരും ഇരിക്കുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട്. പിന്നെ ചില കുട്ടികളുണ്ട് ആരെന്ത് ചെയ്താലും അവർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സീറ്റിൽ തന്നെ ഇരിക്കണം, അത് വേറൊരാൾക്ക് വിട്ടുകൊടുക്കില്ല. അങ്ങനെയുള്ള സ്വഭാവമുള്ള കുട്ടികളുണ്ട്. അപ്പം അവരിപ്പോ ഹൈറ്റ് കുറവാണെങ്കിലും ഹൈറ്റ് കൂടുതലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് ഇരുത്താൻ നോക്കിയാലും അവർ ഇരിക്കില്ല. അവര് ഫസ്റ്റ് ടൈം വന്നപ്പോൾ അവർ ഏത് സീറ്റിലാണോ ഇരുന്നിട്ടുണ്ടാവുക, അത് ബാക്ക് ബെഞ്ചിലാണെങ്കിലും ശരി അവർ അവിടെ തന്നെ ഇരിക്കുള്ളൂ. അവിടെ നിന്ന് നമ്മൾ എത്ര അവരെ ചേഞ്ച് ചെയ്യാൻ നോക്കിയാലും അവരത് മാറിയിരിക്കില്ല. അപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് താഴത്ത് പായ ഇട്ട് കൊടുക്കും ഇവർക്ക് ഇരുന്നിട്ട്. കാരണം ഇവരാരും ബെഞ്ചിലും ഡെസ്കിലൊന്നും വെച്ച് എഴുതുന്നവരല്ല. കിടന്നെഴുതുന്ന കുട്ടികളുണ്ട്, മലർന്ന് കിടന്ന് എഴുതുന്ന കുട്ടികൾ, കമന്ന് കിടന്ന് എഴുതുന്ന കുട്ടികളുണ്ട്, ചിലപ്പോൾ കാലൊക്കെ നീട്ടി വെച്ചിട്ട് ഇരുന്നിട്ട് എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് പായ ഇട്ട് കൊടുത്തിട്ട് താഴത്താണ് ഇരുത്തുക. അപ്പോൾ അങ്ങനെ ഇരുത്തുന്ന സമയത്ത് പോലും ബാക്കിലോട്ട് പോയിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ എത്ര അവരെ ഫ്രണ്ടിലേക്ക് പിടിച്ചിരുത്തുക, കാരണം ഹൈറ്റ് കുറവായത് കൊണ്ട് ഫ്രണ്ടിലേക്ക് ഇരിക്കാൻ ശ്രമിച്ചാലും അവർ ഇരിക്കാറില്ല. പിന്നെ ഈ ആൽഫബറ്റിക്കൽ ഓർഡർ ഒന്നും അത് നമ്മൾ പറയുന്ന പോലെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള എന്താ വെച്ചാൽ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുള്ളൂ. ഇപ്പൊ കുട്ടികൾ അതന്നെയാണ്, അവരുടെ ഫ്രണ്ട് അടുത്ത് വേണം. വേറൊരു കുട്ടിയെ നമ്മൾ പിടിച്ചിരുത്തിയാലും ടീച്ചറെ എന്റെ ഫ്രണ്ടിനെ ഇവിടെ ഇരുത്തിയാൽ മതി എന്ന് പറയും. ഈ കുട്ടി എപ്പോഴും ഇരിക്കുക അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അവര് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവര് ഇരിക്കുക. അവര് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. അവർ ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താലും വന്നിരിക്കുള്ളൂ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ചില സ്കൂളുകളിലെ കുട്ടികളുടെ അടുത്ത് ടീച്ചേഴ്സിന്റെ അടുത്ത് പാരന്റ്സ് വിളിച്ച് പറയും എന്റെ കുട്ടിയെ ഫ്രണ്ടിൽ എത്തണം, കാരണം കൊച്ചിന്റെ കാഴ്ച ശക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. എന്റെ മൂത്ത കുട്ടി ഇങ്ങനെ പുറകെ ഇരുന്നിട്ട് എല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. എന്നിട്ട് ഞാൻ ടീച്ചറെ ഇൻഫോം ചെയ്തു അവനൊന്ന് ഫ്രണ്ടിൽ ഇരുത്തോ. അപ്പൊ അവൻ സ്പെക്സ് ഒന്നും വെക്കണ്ടായില്ല കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഫ്രണ്ടിലായിരുന്നു അവൻ ഫുൾ ടൈം ഇരിക്കുന്നത്. അപ്പൊ സ്പെല്ലിങ്സ് ഒക്കെ കറക്റ്റ് ആയി. എന്നിട്ട് പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് അവന്റെ കണ്ണിന് ചെറിയ പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പൊ പാരന്റ്സ് ടീച്ചേഴ്സിനോട് ഇൻഫോം ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെവിക്കും കണ്ണിനൊക്കെ പ്രശ്നമുള്ള കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അത് കൂടാണ്ട് ഹൈറ്റ് അനുസരിച്ച് കുട്ടികളെ ആഴ്ചയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിപ്പോ കോളം രീതിയിലാവാം, റോ രീതിയിലാവാം. അത് അതിന്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ പറയുന്നത് കുട്ടികളുടെ പേരിന്റെ ഫസ്റ്റത്തെ ലെറ്റർ അനുസരിച്ച് ഇങ്ങനെ സീറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും പ്രാവർത്തികമല്ല.
ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അറ്റൻഡൻസ് ഓർഡറിൽ ഫസ്റ്റ് വന്ന 4 പേര് ഒരു റോയില് ആണ് അറ്റൻഡൻസ് ഓർഡറിൽ ഇരുത്താറുള്ളത്. പിന്നെ വരുന്നത് റാങ്കിങ് മെത്തേഡ്സ് ആണ്. അത് ഒരിക്കലും അനുവദിക്കുമെന്ന് എനിക്കറിയാം. സക്സസ്ഫുൾ അല്ല. കാരണം റാങ്ക് അനുസരിച്ച് കുട്ടികളെ മാറ്റിയിരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കുട്ടികളോട് ചെയ്യുന്ന ഒരു വേർതിരിവ് തന്നെയാണല്ലോ. അങ്ങനെയാണ് ഒരു രീതിയിൽ വരുന്നത്. അതാണ് മനസ്സിലായതല്ലേ? ഓക്കെ. ഇനി ആരാണ്? പാർവതി, എന്താ പറയാനുള്ള? പാർവതി KP ഹൈറ്റ് ഓർഡർ, ആൽഫബറ്റിക് ഓർഡർ ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ടീച്ചർമാർക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു വെല്ലുവിളിയാണ് മിക്ക പാരന്റ്സും കുട്ടികളെ ഫ്രണ്ട് റോയിൽ ഇരുത്താൻ പറയണത്. പിന്നെ അതില് ചില കുട്ടികൾക്ക് ഐ ഡിഫക്റ്റും ഹിയറിംഗ് ഡിഫക്റ്റ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം എന്നില്ല. പുറകിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ, ഫ്രണ്ടിലിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല. പിന്നെ അതില് പ്രധാനപ്പെട്ട ചില സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഫസ്റ്റ് വൺ ഹൈറ്റ് ഓർഡർ ആണ്. അതെന്ന് പറയണത് നമുക്ക് എല്ലാ ആഴ്ചയും ഒരാഴ്ചയിൽ ഒരു വട്ടം അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അത് 4 കോർണറിൽ നിന്നായിട്ട് റോയും കോളവും അനുസരിച്ച് 8 വേയിൽ അത് ചേഞ്ച് ചെയ്യാം, 8 വേയിൽ ഇരുത്താം. പിന്നെ അടുത്തതാണ് ആൽഫബറ്റിക് ഓർഡർ. അതെന്ന് പറഞ്ഞത് ആൽഫബറ്റിക് ഓർഡർ നെയിം അനുസരിച്ച് കുട്ടികളെ ഇരുത്തുന്ന രീതിയാണ്. പിന്നെ അടുത്തതാണ് അറ്റൻഡൻസ് ഓർഡർ. അതെന്ന് പറയുന്നത് ആൽഫബറ്റിക് ഓർഡറും അറ്റൻഡൻസ് ഓർഡറും ഡിഫറെന്റ് ആണെങ്കിൽ ഈ വേയിലും കൂടി നമുക്ക് കുട്ടികളെ ഇരുത്താം. പിന്നെ അടുത്തതാണ് റാങ്കിങ് മെത്തേഡ്. അത് സക്സസ്ഫുൾ അല്ല. അതുകൊണ്ട് സ്കൂളുകളിൽ അങ്ങനെ റാങ്കിങ് മെത്തേഡിൽ കുട്ടികളെ ഇരുത്തൽ കുറവാണ്. എല്ലാവരും പറഞ്ഞു. ഞാൻ ചോദിച്ചത് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റിയത് കൂടുതൽ എങ്ങനെയാണ് കുട്ടികളെ ഇരുത്തുന്ന രീതി. ട്രെയിനിങ്ങിന് പോയിട്ടുള്ളവര് 1-2 പേര് പറഞ്ഞു കറക്റ്റ് ആയിട്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഡിഫറെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും വേറെ സ്കൂളുകളിലും മറ്റു നിങ്ങൾ ട്രെയിനിങ്ങിന് പോയപ്പോ ഇതേ രീതിയിലല്ലാതെ ഡിഫറെന്റ് ആയിട്ട് ഏതെങ്കിലും അറേഞ്ച്മെന്റ് ഇരുത്തുന്നത് കണ്ടിട്ടുണ്ടോ ഓർഡറില്? ഇല്ല, ഈ മെത്തേഡുകളാണുള്ളത് അല്ലേ? ഓക്കെ. അപ്പോ ഇതിനകത്ത് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിൽ ഇവിടെ പറയുന്ന ആ ഒരു പാരഗ്രാഫിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പാരന്റ്സിന് എപ്പോഴും കുട്ടികളെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്താനാണ് താല്പര്യം അല്ലെ? നിങ്ങളുടെ കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് കുട്ടി എവിടെ ഇരിക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടാവുക? ബാക്ക് ബെഞ്ചിൽ ഇരിക്കണം എന്നാണോ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം എന്നാണോ ആഗ്രഹം ഉണ്ടാവുക? പറഞ്ഞേ. അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന സുഖമായിരുന്നു, ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കാൻ എല്ലാവർക്കും പേടിയായിരുന്നു. ആദ്യം ചോദ്യം ചോദിക്കണത് അവരോടായിരുന്നു ഓർത്ത്. അങ്ങനെയായിരുന്നു അല്ലേ? അത് പ്രശ്നമല്ല കേട്ടോ. പ്രശ്നമില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അപ്പൊ അത് പ്രശ്നമില്ലെന്ന് പറയുന്നു. കേൾവിക്കുറവുള്ള കുട്ടികൾ, അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള കുഞ്ഞുങ്ങള്, അവർക്കൊക്കെ ബാക്ക് ബെഞ്ചിൽ ഇരുന്നാല് എന്താണ് കുറച്ചും കൂടി പ്രശ്നമാണത് അല്ലേ? കാരണം അവർക്ക് കൂടുതൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കഴിയില്ല, ടീച്ചർ എഴുതുന്ന കാര്യങ്ങൾ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കൂടുതൽ ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരുത്താനായിട്ട് ചൂസ് ചെയ്യുക. അപ്പൊ അത് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ താഴെ പറയുന്ന രീതിയിലാണ് സിറ്റിംഗ് അറേഞ്ച്മെന്റ് നടത്തുക. ഒന്ന് ഹൈറ്റ് ഓർഡർ, അതായത് കുട്ടികളുടെ ഹൈറ്റ് വെച്ചിട്ട് ഓരോ വീക്കും എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ ബെഞ്ച് മാറ്റി ഇതാക്കാറുണ്ട് അല്ലെ, അറേഞ്ച് ചെയ്യാറുണ്ട്. നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെ ബെഞ്ച് മാറാറുണ്ടോ? ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വീക്കും ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കണം, സെക്കൻഡ് ബെഞ്ചിൽ ഇരിക്കണം? ഒന്ന് ഓർത്ത് നോക്കി നിങ്ങള്. ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുമ്പോ നമുക്ക് പേടിയാണ് അല്ലെ? പേടി ഉണ്ടാവാറില്ലേ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുമ്പോ? ആ ഫസ്റ്റ് ബെഞ്ച് ആവുമ്പോൾ മാത്സിന്റെ ഒക്കെ പീരീഡ് വരുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് ഉണ്ടാവാണേ. പേടി ഉണ്ടാവാറില്ലേ? ഉണ്ടായിട്ടുണ്ടോ? അന്ന് പഠിപ്പിസ്റ്റുകളാണ് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുക. അവര് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികള്. ഓക്കെ. എന്നാലും ചില സ്കൂളുകൾ ഞാനൊക്കെ ഇരുന്നപ്പോൾ ഞങ്ങളൊക്കെ ഡെയിലി റൊട്ടേഷൻ ഉണ്ടാവും മാം, ഡെയിലി റൊട്ടേഷൻ ഉണ്ടാവും. ഡെയിലി റൊട്ടേഷൻ. അറ്റത്തെ സീറ്റിലിരിക്കാനും ഫ്രണ്ടിലിരിക്കാനും ഒക്കെ പേടിയാ. മാത്സ് പീരീഡ് ഒക്കെ മിസ് പറഞ്ഞ പോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ബോർഡിൽ എഴുതിയിട്ട് നമ്മളെ വിളിച്ച് ചെയ്യിപ്പിക്കുമല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ അല്ലെങ്കിൽ സീറ്റിന്റെ അറ്റത്തിരിക്കുന്നവരെ വിളിക്കുക. അപ്പൊ നമുക്ക് പേടിയാ. എല്ലാ ദിവസവും ഉണ്ടാവും റൊട്ടേഷൻ. പിന്നെ അതുപോലെ തന്നെ മാത്സ് പീരീഡിൽ അറ്റത്ത്, അതായത് ഫ്രണ്ട് ബെഞ്ചില് ഏറ്റവും ആദ്യം ഇരിക്കുന്ന അല്ലെങ്കിൽ അറ്റത്തിരിക്കുന്ന കുട്ടിയുടെ നോട്ട് ബുക്ക് ഒക്കെ വന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ആളുകളുടെ നോട്ടൊക്കെ ഒന്ന് നോക്കും ടീച്ചർ അല്ലെ, എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഒരു നുള്ളൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ ഒരു അടിയൊക്കെ തെറ്റി കഴിഞ്ഞാൽ അപ്പൊ നമ്മള് ഈ ഇടത്തേക്ക് കൊണ്ട് ഇങ്ങനെ കൈ മറച്ച്
എഴുതുന്ന ആ ഒരു ശീലമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. ഇടത്തേക്ക് ആയിക്കൊണ്ട് ബുക്ക് നോട്ട്ബുക്ക് മറച്ച് എഴുതും. അവര് കാണുന്നുണ്ടോ എന്ന് നോക്കി. പിന്നെ അവര് നോക്കും. പിന്നെ അവര് വേറെ നമ്മൾ എപ്പോഴും നമ്മൾ മിഡിലിരിക്കുന്നതാണ് സേഫ് എന്ന് തോന്നുന്നു എനിക്ക്. മിഡിൽ ബെഞ്ചിലായിട്ട് ഏറ്റവും മിഡിലായിട്ട് ഇരിക്കുന്നതാണ് സേഫ്. കാരണം എന്താണ്, ആരും അധികം അങ്ങോട്ട് ശ്രദ്ധ വരില്ല ശരിക്കും പറഞ്ഞാല്. പിന്നെ നമ്മളോട് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ബുക്ക് കാണിച്ചു കൊടുത്താൽ മതി. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കാര്യം ഭയങ്കര ടെൻഷനാണ് കുട്ടികൾക്ക് എപ്പോഴും. അതെ, ഇപ്പോഴും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും ഇപ്പോഴും ഫ്രണ്ട് ബെഞ്ച് പറയുന്നത് ഭയങ്കര, പഠിപ്പിച്ചിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര അറിയാവുന്ന കുട്ടികളാണ്. എന്താണ് നമ്മളെ, ഞാൻ +2 ബയോമാക്സ് ആയിരുന്നു. എനിക്ക് മാത്സ് ആണ് കണ്ണെടുത്താ കണ്ടുകൂടാത്ത വിഷയം. ഇഷ്ടമല്ലാന്ന് വെച്ചാൽ നമുക്കൊന്നും തലയിൽ കേറൂല. എന്നിട്ട് അങ്ങനത്തെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം ഞങ്ങൾ. എന്നാലും പേടിയായിരുന്നു മാത്സിന്റെ അവർ ആവുമ്പോ. ആദ്യത്തെ 1 മാസം പേടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാം ഓക്കെ. നോട്ടൊക്കെ ആദ്യം ഒന്നും വലിയ ഇതല്ലായിരുന്നു, മാത്സ് ഇഷ്ടമില്ലാത്തോണ്ട്. പിന്നെ ഇപ്പൊ നോട്ടൊക്കെ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയപ്പോ ആ പേടി അങ്ങോട്ട് മാറി. മുമ്പിലിരുന്ന് എന്തെങ്കിലും കണ്ടത്തരം വിളിച്ചെറിയും. ആ ക്ലാസ് അന്നേരം ഭയങ്കര രസാവുക. അങ്ങനെ മാത്സ് ക്ലാസ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാ. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഫ്രണ്ടിലിരിക്കാനും. ടീച്ചർ എങ്ങാനും വന്ന് നോട്ട് ചെക്ക് ചെയ്തോന്ന് നോക്കുവോ, ആൻസർ എങ്ങാനും തെറ്റി പോവോ, അങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെയ്യുമ്പോ എന്താണ് ഉത്തരം കിട്ടുന്നത്, നമ്മൾ അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ നോക്കണം. ഉത്തരം ശരിയാണോ എന്നുള്ളതല്ല കാര്യം, നമ്മൾ ആ വഴിയിലൂടെ ഉത്തരത്തിൽ എത്താൻ ശ്രമിക്കണം. അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞ് പിന്നെ ആ പേടി മാറി. പിന്നെ എന്ത് മണ്ടത്തരം വേണേലും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആയി. ഇങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. അവസാനമായപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് ക്ലാസ്സിൽ പോകാൻ വരെ മടിയായിരുന്നു. അപ്പോ അത് ഞാൻ പറഞ്ഞ റൊട്ടേഷൻ വരുന്നത്. പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡർ, കുട്ടികളുടെ നെയിം വെച്ചിട്ട് അവരുടെ ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് വരുന്നത് വെച്ചിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പിന്നെ അറ്റൻഡൻസ് ഓർഡർ എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് വിളിക്കുന്ന ഓർഡർ അനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. റാങ്കിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാല് അത് ഒരു സ്കൂളും എനിക്ക് തോന്നുന്നു നടപ്പിലാക്കുന്നില്ല, ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. കാരണം അത് കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ ആണ്. അതായത് ഏറ്റവും നല്ല രീതിയിൽ നല്ല ഹൈ മാർക്കുള്ള കുട്ടിയെ ഏറ്റവും ഫസ്റ്റ് കൊണ്ടുവരുത്തുക, ഏറ്റവും ബാക്ക് മാർക്കുള്ള അല്ലെങ്കിൽ മോശം മാർക്കുള്ള കുട്ടിയെ പുറകിൽ കൊണ്ടുവരുത്തുക. അപ്പൊ അതിനെയാണ് റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു, പണ്ടത്തെ കാലത്തൊക്കെ അല്ലെ, നമുക്ക് നമ്മൾ മൂവീസിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഏറ്റവും നല്ല പഠിപ്പിസ്റ്റായിട്ടുള്ള കുട്ടി ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലായിരിക്കും ഇരിക്കുന്നത്. ഏറ്റവും പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടികളെ ബാക്ക് ബെഞ്ചർ എന്നാണ് കുട്ടികളെ വിശേഷിപ്പിക്കുക. പക്ഷെ പല ബാക്ക് ബെഞ്ചേഴ്സും ഇന്ന് പല നല്ല വലിയ നിലകളിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. അത് ഒരു ഡിഫറൻസ് ആണ്. നമുക്ക് ഏറ്റവും, അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികള് ചിലപ്പോ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. നന്നായിട്ട് എന്താ പറയാ പഠിക്കുന്ന കുട്ടികള്, പിന്നെ ഏറ്റവും മോശമായിട്ട് അല്ലെങ്കിൽ ഒരു ആവറേജ് ഒക്കെ മാർക്ക് വാങ്ങി അല്ലെങ്കിൽ സാറുമാരുടെ ഒക്കെ വായിന്ന് കുറെയൊക്കെ കേട്ട് അങ്ങനെയൊക്കെ ചീത്തയൊക്കെ കേട്ട് നടക്കുന്ന കുട്ടികളില്ലേ, അവരൊക്കെ നല്ല ഒരു അവരുടെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞാൽ സേഫ് ആയിട്ടുണ്ടാകും. അപ്പൊ അതൊരു വ്യത്യാസമാണ്. പിന്നെ പലവരും അതുപോലെ നല്ല ഹൈ മാർക്സ് വാങ്ങി പഠിച്ചിരുന്ന പല കുട്ടികളിലും ഇന്ന് അടുക്കളയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും, പുറത്തൊന്നും ഇറങ്ങാതെ. അപ്പൊ അങ്ങനെയൊക്കെ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ പഠന കാലഘട്ടത്തിൽ ഒരിക്കലും ഒരാളെയും നമ്മൾ മാർക്ക് നോക്കിയിട്ട്, മാർക്ക് നമ്മൾക്ക് വേണം അല്ലെ, കാരണം നമ്മൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ നേടാൻ വേണ്ടിയിട്ട് മാർക്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് എവിടെയും അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഒരിക്കലും മാർക്ക് നോക്കിയിട്ട് ഒരു കുട്ടിയെ നമ്മൾ അളക്കാനായിട്ട് പാടില്ല. ആ കുട്ടി ഭാവിയിൽ എന്താകുന്ന ചില ടീച്ചർമാര് മാർക്ക് നോക്കിയിട്ട് ഇരുത്തും. അത് മാർക്ക് കുറഞ്ഞ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് ഇരുത്തിയിട്ട് കണ്ടിട്ടുണ്ട്. ശരിയാണ്. അത് നല്ല, അതായത് കുറച്ചും കൂടി ബാക്ക് ആയിട്ട് നിൽക്കുന്ന കുട്ടികളെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരുടെ മാർക്കുകളൊക്കെ ഒന്ന് മുൻഗണനയിലോട്ട് വരാനായിട്ട് അവര് കൂടുതൽ പ്രിഫറൻസ് അവര് തന്നെ മുൻകൈ എടുത്തിട്ട് കുട്ടികളെ കുറച്ചുകൂടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇരുത്തുന്ന ടീച്ചർമാരുണ്ട്. അങ്ങനത്തെയും ടീച്ചർമാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ. ടീച്ചർ എപ്പോഴും കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പറച്ചിലുണ്ട്. അതായത് എന്ത് കുരുത്തക്കേട് ഒപ്പിച്ചാലും ആരും അറിയില്ല എന്നുള്ളൊരിത്. പക്ഷെ ഞങ്ങളൊക്കെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് അലമ്പി വന്ന ആൾക്കാരാ. ഇപ്പൊ ഫ്രണ്ട് ബെഞ്ചിലാകുമ്പോ അധികം ആരും ശ്രദ്ധിക്കൂല. ഈ ബാക്ക് ബെഞ്ചിൽ എന്ന് പറയുമ്പോ പഴയ ഇത് മുതലേ ഉണ്ട്, ബാക്ക് ബെഞ്ചേഴ്സ് അലമ്പാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പൊ ടീച്ചർമാരൊക്കെ പ്രത്യേകം അവിടെ ശ്രദ്ധിക്കുള്ളൂ. ഫ്രണ്ട് ബെഞ്ച് വലിയ ഇതുണ്ടാവില്ല.
അപ്പൊ അവിടെ ഇരുന്ന് അലമ്പി വന്നേക്കണേ ഞങ്ങളൊക്കെ. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യൂണിഫോംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക എന്താണെന്ന് കേട്ടോ. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരും. ഓക്കെ ഓക്കെ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.